ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവജനമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാപ്രവചനം 58-ാം അധ്യായം 5-ാം വാക്യം. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ ഞങ്ങണ പോലെ കുനിയിക്കുക, ചാക്കിശലയും ചാരവും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഉപവസിക്കുന്നതിനെക്കുറിച്ച് അല്പമായി അല്ലെങ്കിൽ കൂട്ടമായിട്ടും വ്യക്തിപരമായിട്ടും ഉപവസിച്ച ആളുകളെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. എന്നാൽ ഉപവാസ പ്രാർത്ഥനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യയിലും എല്ലാവരും ഒന്നിച്ചുകൂടി കുറേ ബഹളം ഉണ്ടാക്കി ഒച്ചയും ബഹളവും വെച്ച് ആ നിലയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വൈകാരിക തലത്തിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കുകയാണോ ഉപവാസം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവപ്രസാദം ആർക്കാണ് കിട്ടുക? അല്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം അതിന് ദൈവപ്രസാദം കിട്ടുമോ? നാം അത് ലക്ഷ്യമാക്കുന്നുണ്ടോ? നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവം പ്രസാദിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ? എന്തെങ്കിലും കാണിച്ചാൽ അത് പ്രസാദമാകുമോ? കുറേ പട്ടിണി കിടന്നാലോ, കുറേ പ്രസംഗിച്ചു കൂട്ടിയാലോ, കുറേ ചാടിത്തുള്ളിയാലോ, വികാര വിക്ഷോഭങ്ങൾ കാണിച്ചാലോ, ബഹളമുണ്ടാക്കിയാലോ ദൈവം പ്രസാദിക്കുമോ? കുറേ പണം ചെലവാക്കിയാലോ ദൈവത്തിന് പ്രസാദമാകുമോ? ഇന്ന് പൊതുവേ നാം ആത്മീയ പെന്തക്കോസ്ത് മണ്ഡലത്തിൽ കാണുന്നു, അല്ലെങ്കിൽ ആത്മീയ കൂട്ടങ്ങൾ കാണുന്നത്, ആത്മീയം എന്ന് പറയുന്ന പലതും ആത്മീയമല്ലാതെ പോകുന്നു, ലക്ഷ്യം തെറ്റുന്നു. നാം എന്തെങ്കിലും കുറേ കാര്യങ്ങൾ കാണിച്ചാൽ നാം കാണിക്കുന്ന കാര്യങ്ങൾ പ്രസാദിക്കുന്നതല്ല നമ്മുടെ ദൈവം. പിന്നെയോ വ്യക്തമായ വ്യവസ്ഥ ദൈവത്തിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ മോശ മുതൽ എല്ലാവരും കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു. അതിൽ പൊതുവായി കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ദാനിയേൽ പോലും താൽപര്യം 9-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭ ഭാഗത്തുണ്ട്. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും ചാരത്തിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. നോക്കാം, ദാനിയേൽ പോലും ഏറ്റവും പ്രിയപുരുഷായെന്ന് ദൈവം വിളിച്ച, സിംഹഗുഹയിൽ നിന്ന് ദൈവം വിടുവിച്ച ആ ദാനിയേൽ പോലും താഴോട്ട് നോക്കിയാൽ ദാനിയേൽ പോലും ഉപവസിച്ചപ്പോൾ എന്തേലും കരഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കി പോവുകയല്ല ചെയ്തേ. പിന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ 5-ാം വാക്യം നോക്കുമ്പോൾ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ദാനിയേൽ ഒരു പാപവും ചെയ്തതായി കാണുന്നില്ല. പക്ഷേ തൻ്റെ ജനത്തിൻ്റെ പാപം പോലും ദൈവത്തോട് ഏറ്റുപറയുകയും ആ നിലയ്ക്ക് പാപക്ഷമ അപേക്ഷിക്കുകയും ചെയ്തു. തന്നെ താൻ താഴ്ചി. പോലും തന്നെ താഴ്ചെന്ന് വായിച്ചു കേട്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. നിലവിളിക്കാർ അവർ താഴ്ചി നിലവിളിച്ചു, ആകാത്ത വഴികൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഉപവാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇന്നത്തെ കലാപരിപാടിയാണോ? യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. എന്താണ്? അതാണ് ഇന്ന് എനിക്ക് പറയുവാനുള്ളത്. അതിൻ്റെ 3-ാം വാക്യം മുതൽ, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നെന്ത്? അത് POC ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് വളരെ നന്നായി കൊടുത്തിട്ടുണ്ട്. ഉപവാസം തന്നെ പഴയ ഭാഷയാണല്ലോ നമ്മുടെ, അതിൽ ഉപവാസം തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഉപവസിക്കുന്നു, പക്ഷേ നീ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ആ 3-ാം വാക്യം ഞാൻ POC വായിക്കാം. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലയോ? ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ ഇടവപ്പെടുത്തി, അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലയോ? നോക്കണം, ദൈവം കാണുന്നില്ലേ? ഞങ്ങളുടെ ഉപവാസം കാണുന്നില്ലേ? നിങ്ങൾ ആത്മതപനം ചെയ്യുന്നത് കാണുന്നില്ലേ എന്നൊക്കെ അവർ ചോദിക്കുന്നത്. അപ്പോൾ ദൈവികമായ മറുപടി, എന്നാൽ ഉപവസിക്കുമ്പോൾ
നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ചണ്ട കൂടുന്നതിനും ക്രൂരമായ മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. 5-ാം വാക്യം, ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവിനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തന്നെ തലകുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറിക്കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമൊന്നും വിളിക്കുക? അപ്പോൾ ചാക്ക് കൊടുത്തോണ്ടോ തല വഴി ചാരം വിതറിയുണ്ടോ? കർത്താവ് പറഞ്ഞ വാക്ക് പ്രത്യേക ശ്രദ്ധിക്കണം. ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് 6-ാം അധ്യായത്തിലുണ്ടോ? ഞാൻ മറ്റു മുൻ വീഡിയോയിൽ വായിച്ചാണ്. ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. ഞങ്ങൾ ആകപ്പാടെ രൂപമെല്ലാം മാറി ആകെ കുഴഞ്ഞ് എന്താ ഈ ഞാങ്ങണ പോലെ അങ്ങ് വാടി, ഈ ചീര വാടെന്ന് പറഞ്ഞ പോലെ വാടി തളർന്ന് എല്ലാവരും മുന്നേ കാണിക്കാൻ, മനുഷ്യരെ കാണിക്കാൻ അല്ല. അതിനു വേണ്ടിയല്ല ഉപവസിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടി? ശ്രദ്ധിക്കേണ്ട അവസ്ഥ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ഉയരത്തിലെത്താനാണോ? വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. എന്താണ് കാരണം? ഇന്നത്തെ ഉപവാസ പ്രകടനങ്ങളുടെ മധ്യേ ഈ വാക്യം നാം ചിന്തിക്കാം. അടുത്ത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. ഞാൻ ചോദിക്കട്ടെ, കാര്യസാധ്യത്തിന് വേണ്ടി, നേട്ടമുണ്ടാക്കാൻ, ലോകത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലേ നമ്മുടെ ഉപവാസത്തിൻ്റെ ഫോക്കസ്? അല്ലാതെ കർത്താവിൻ്റെ മുഖം തേടാനും ദൈവസ്ഥലം തന്നെത്താൻ താഴ്ത്താനും ദൈവക്ഷമറിയാനും അല്ലല്ലോ. ഇതല്ലേ നടക്കുന്നത്? പിന്നെയും പറയുന്നു, കലഹിക്കുന്നതിന്, ചണ്ട കൂടുന്നതിന്, ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിന് മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. അല്ലെങ്കിൽ ഉപവാസം ബാഹ്യമല്ല, ബാഹ്യ അനുഷ്ഠാനങ്ങളല്ല. പിന്നെയോ എന്താണ് ഉപവാസം? അടുത്ത അതിൻ്റെ 6-ാം വാക്യം, യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം ഏത്? യഹോവയ്ക്ക് പ്രസാദമുള്ള ഉപവാസം ഏത്? യഹോവയ്ക്ക് പ്രസാദമുള്ളത് എന്താ? 6-ാം വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കറികളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? ഞാനത് POCയിൽ വായിക്കാം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. ന്യായ ബന്ധനങ്ങളെ അഴിക്കാമെന്ന് നമ്മുടെ പഴയ ഭാഷാന്തരത്തിലുള്ളത് POCയിൽ കാണുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, എല്ലാ നുഖത്തെയും ഓടിക്കുക. ഞാൻ ചോദിക്കട്ടെ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, ആകാത്ത ജീവിതത്തെ, ആകാത്ത സ്വഭാവത്തെ, ആകാത്ത നടപ്പിനെ, ആകാത്ത പ്രവൃത്തികളെ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്? ആഹാബ് ചെയ്തതല്ലേ? നിനവേക്കാർ ചെയ്തതല്ലേ? നമ്മുടെ ഉപവാസത്തിൽ അതുണ്ടോ? ആത്മാർത്ഥമായി പാപം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? നിയമേൻ്റെ പുസ്തകത്തിൽ ഞാൻ ഉദ്ധരിച്ചല്ലോ, 1 യാമത്തോളം 3 മണിക്കൂർ അവർ ന്യായപ്രമാണം വായിച്ചു കേട്ടു. പിന്നീട് 3 മണിക്കൂർ അവർ ഏറ്റുപറച്ചിൽ തുടങ്ങി. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നടക്കുന്നതോ? തങ്ങളുടെ അകാത്ത ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനത്തെ വളച്ചൊടിച്ച് സ്വന്തം തകർന്ന ജീവിതത്തിന്, സ്വന്തമാകാത്ത ജീവിതത്തിന് ന്യായീകരണം കണ്ടെത്തുന്ന വല്ലാത്ത സ്വഭാവമല്ലേ എന്നുള്ളത്. അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കുമോ? അവർക്ക് ദൈവപ്രസാദം കിട്ടുമോ? 4-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ചെറു പക്ഷേ ഭയങ്കര ശബ്ദഘോഷങ്ങൾ കാണും, വലിയ കലാപരിപാടികൾ കാണും. വാസ്തവത്തിൽ യഥാർത്ഥമായ ഉപവാസം ഇതാ: അന്യായ ബന്ധങ്ങൾ അയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ദൈവഹിതത്തിന് വിരുദ്ധമായ, ദൈവവചന വിരുദ്ധമായ എല്ലാ പോക്കിൽ നിന്നും ഒഴിയുക. ഹൃദയത്തെ യോവൽ പ്രവചനത്തിൽ പറയുന്നത് വേറെ അല്പം കൂടെ കാട്ടിയ യോവൽ പ്രവചനം 2-ാം അധ്യായം
12-ാം വാക്യത്തിൽ പറയുന്നതോടെ ഞാൻ വായിക്കാം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. 15-ാം വാക്യം. സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പതിങ്ങളെയും ലോടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണമറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. ഓടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ പൂവത്തിനെയും യാഗപീഠത്തെയും മധ്യേ കരഞ്ഞും കൊണ്ട്, ഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കണം, നിന്റെ അവകാശത്തെ നിനക്ക് ഏൽപ്പിക്കരുതേ. അവരുടെ ദൈവം ഇവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. വാസ്തവത്തിൽ ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്, നാം ഒന്നിച്ചുകൂടി 10-11 മണിക്ക് വരും, 1-2 വരെ ബഹളം ഉണ്ടാക്കും, അതിനിടയ്ക്ക് ഒരു പ്രസംഗം കാണും, എല്ലാവരെയും സൂപ്പിക്കുന്ന ഒരു പ്രസംഗം കാണും, കുറേ ഒച്ച വയ്ക്കും, ശബ്ദഘോഷം നടത്തും, 2-2 ആകുമ്പോൾ അവസാനിക്കും, പിന്നെയും വൈകിട്ട് ഒന്നിച്ചു കൂടും. എന്നാൽ മനസാന്തരം ഉണ്ടോ? ഇവിടെ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറുവീൻ, പൂർണ്ണ ഹൃദയത്തോടെ കരച്ചിലോടെ വിലാപത്തോടെ എങ്കിലേക്ക് തിരുവീൻ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപവാസങ്ങളിൽ ഇതില്ല എങ്കിൽ, വ്യക്തിപരമാണെങ്കിലും സഭാപരമാണെങ്കിലും ഇതില്ല എങ്കിൽ, യേശാവ് പറഞ്ഞ പോലെ അന്യായ ബന്ധങ്ങൾ അഴിയുന്നില്ലെങ്കിൽ, നൂഹത്തിൻ്റെ അമിക്കയറുകൾ പൊട്ടുന്നില്ല എങ്കിൽ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടുന്നില്ല എങ്കിൽ, നാം പട്ടിണി ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. മാത്രമല്ല, എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ വരുമ്പോൾ അന്നേരത്തെ ഉപവാസം പ്രഖ്യാപിക്കും. ഏതാണ്ട് നിരാഹാര സമരം പോലാണ് ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തൊക്കെ നിരാഹാര സമരം, ഭരണത്തിന് എതിര് വരുമ്പോൾ നിരാഹാര സമരം കിടക്കുന്നില്ലയോ, അതുപോലെ ആയിപ്പോയി ഇന്നത്തെ ഉപവാസം, ഇന്നത്തെ കലാപരിപാടി. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, ദൈവഹിതം ആരായുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തിപ്പ് ചോദിക്കുന്നില്ല. ഒരു വല്ലാത്ത രീതി. ഇതല്ലേ ഇന്ന് നാം കാണുന്നത്. പറഞ്ഞല്ലോ, സമൂഹമായി അനേക ഉപവാസം നാം കണ്ടു. അതിലെല്ലാം ഏറ്റുപറയുന്ന, പാപം ഏറ്റുപറയുന്ന, ജീവിതത്തെ സ്വശോധന ചെയ്യുന്ന, ആഴത്തിൽ പരിശോധിക്കുന്ന, ഏതിൽ നിന്ന് വീണു എന്ന് കണ്ടുപിടിക്കുന്ന, അതോർത്ത് കരയുന്ന, നിലവിളിക്കുന്ന ചിത്രം പഴയ നിയമത്തിൽ നാം കണ്ടതാണ്. എന്നാൽ ഇത് നമുക്കില്ല എങ്കിൽ നമ്മുടെ ഉപവാസം എല്ലാം വെറും അദ്രവ്യാമം. ഒരുവഴി ചില കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ദൈവം പ്രസാദിച്ചു ഇല്ല. ദൈവം തൻ്റെ വ്യവസ്ഥ വിട്ട് പെരുമാറുകയില്ല. അപ്പോൾ ഈ വ്യവസ്ഥ വിട്ട് നമ്മൾ എന്ത് ചെയ്താലും, കുറേ അന്യഭാഷ പറഞ്ഞാലും, കുറേ ചാടിയാലും തുള്ളിയാലും വെറുതെ ഇല്ല. ബാലിൻ്റെ പ്രവാചകന്മാരെ തുള്ളിയതുപോലെയുള്ളൂ. തൽക്കാലം കുറേ ബഹളം ഉണ്ടാക്കി, എന്നാൽ നിലനിൽക്കുന്ന ഫലം പ്രാർത്ഥനകൾ ഉണ്ടാകുന്നില്ലല്ലോ. പോസ്റ്റർ വരുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു, എല്ലായിടത്തും പറയുന്നു ഉപവാസ പ്രാർത്ഥന. മാത്രമല്ല അതിലെല്ലാം കുറേ മുഖങ്ങൾ. ഇവരെയൊക്കെ ഇട്ടിട്ട് എന്ത് കാര്യം, അത് ചിന്തിക്കുന്നില്ലല്ലോ. ട്രെൻഡാണ് അത്, ട്രെൻഡ്. കർത്താവ് പറഞ്ഞൊന്നും നിർബന്ധമില്ല. ഇവരുടെയൊക്കെ കയ്യിൽ എന്തോ ഉണ്ടെന്നാ ധാരണ. ദൈവ വ്യവസ്ഥ ഇല്ലെങ്കിൽ ഈ ഉള്ളവർ വന്നിട്ട് ഒരു കാര്യവുമില്ല. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുക. ഇപ്പം നമ്മൾ വായിച്ചതിൽ നിന്ന്, ഇത്രയും കഴിഞ്ഞ വീഡിയോയിലും ഇപ്രാവശ്യം ഇതിലും ചിന്തിച്ച ഭാഗങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തം. ഉപവസിക്കുമ്പോൾ സംഭവിക്കേണ്ടത് എന്താ? ഒന്ന്, തന്നെ തൻ്റെ പാപങ്ങൾ കണ്ടുപിടിക്കുക, തൻ്റെ വീഴ്ചകൾ കണ്ടുപിടിക്കുക. എവിടെ വീണു? വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ നീ ഏതിൽ നിന്ന് വീണ്ടിക്കുന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവർത്തി ചെയ്യുക. എൻ്റെ കർത്താവിനോടുള്ള കഴിഞ്ഞകാല
അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലെ ബന്ധം ഇന്ന് എന്നിലുണ്ടോ? ഞാൻ വിശ്വാസത്തിൽ തളർന്നിരിക്കുന്നുവോ? ക്രിസ്ത്യ ജീവിതം ക്ഷീണിച്ചിരിക്കുന്നുവോ? എന്താണ് കുഴപ്പം? എൻ്റെ പ്രാർത്ഥന പഴയതുപോലെ ഫലിക്കുന്നില്ല. എന്താണ് കാരണം? ശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഒരു വരൾച്ച തോന്നുന്നു, അതിന് കാരണം ശോധന ചെയ്യുക. യെരമ്യാവ് പറയുന്നു, വിലാപങ്ങളുണ്ടല്ലോ, നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്യുക, നാം ഹൃദയത്തെയും കൈകളെയും ദൈവത്തെയും കൈ ഉയർത്തുക. നമുക്കിതാണ് വേണ്ടത്, ഇങ്ങനെയുള്ള ഉപവാസം. അല്ലാതെ കുറേ വേഷം കിട്ടിയാലോ കുറേ സമയം പാഴാക്കിയാലോ യാതൊരു ഗുണവുമില്ല. മാത്രമല്ല, സ്വയം പുകഴാൻ, സ്വയം പ്രശംസയ്ക്ക്, ആത്മപ്രശംസ, ഞാൻ നാൾ പോസ്റ്റ് ഒരു കാര്യമില്ല. അവിടെ ഞാനല്ല, ദൈവേഷ്ടമാണ് വെളിപ്പെടുന്നത്. ദൈവനാമമാണ് മഹത്വപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. ഇവിടെ യോവേലും പറഞ്ഞതാണല്ലോ, നിന്റെ അവകാശത്തെ നിന്നേൽപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതി ഇടയിൽ പറയുന്നത് എന്തിന്? അവരുടെ ദൈവം എവിടെയെന്നോ ജാതിയുടെ ഇടയിൽ പറയുന്നത് എന്തിന്? മറ്റു വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരായ ദേവദാസന്മാർ അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ ഉപവസിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം പിന്നീട് സമൂഹത്തിലുണ്ടാകുമായിരുന്നു. പണ്ഡിതരാമാബായിയുടെ മുക്തി മിഷനിൽ ദൈവപ്രവൃത്തി ഉണ്ടായപ്പോൾ, പോസ്റ്റും പ്രാർത്ഥിച്ചും ദൈവവും തേടിയപ്പോൾ തീ കത്തുമായിരുന്നു, പുറത്തുള്ളവർ ഭയപ്പെടുമായിരുന്നു. ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന PS സമൂഹൽ എന്ന് പറഞ്ഞ ദൈവാസൻ റേപ്പൂരിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഉപവാസ പ്രാർത്ഥനാ മധ്യേ നാട്ടുകാർ ഓടിക്കൂടി. കാരണം അവരാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ സ്വയം മറന്ന് ആ കെട്ടിടത്തിന് മുകളിൽ അഗ്നി ആളിൽ പടരുന്നു. പുറത്തുണ്ടായിരുന്നത് കണ്ടപ്പോൾ അയ്യോ അവിടെ തീ പിടിച്ചു, പാതിരിതാവും ആളുകളും അത് അറിയുന്നില്ലെന്നും പറഞ്ഞ് ജനം ഓടിക്കൂടി. ഓടിക്കൂടിയപ്പോൾ അവർ കണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നടക്കുന്ന ആരാധനയായിരുന്നു. ഇന്നത്തെ ഉപവാസങ്ങൾ സംഘാടകർ പോലും ചൊവ്വരെ ഉപവസിക്കത്തില്ലല്ലോ, വേദപുസ്തക പ്രകാരമുള്ള ഉപവാസം. അതുകൊണ്ട് ഞാൻ ഈ ഭക്തിയുള്ള യഹൂദന്മാർ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുമായിരുന്നു. അവരുടെ ഉപവാസം പ്രഭാതം മുതൽ സൂര്യാസ്തമനം വരെ വെള്ളം പോലും കുടിക്കാതെ ദിവസങ്ങളിലിരിക്കുന്നതാണ്. ഈ പരീക്ഷൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വെറുതെയല്ല, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു. പക്ഷേ അത് പറ്റിയ കുഴപ്പം, ഞാൻ ഉപവസിക്കുന്നതന്നെ എന്ന സ്വയപ്രശംസ വന്നതാണ് അവന് കുഴപ്പമായത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കറിയാവുന്നൊരു ദാസുണ്ട്. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ കൃതദാസൻ ഇതായിരുന്നു. താൻ രാവിലെ മുതൽ സൂര്യാസ്തമയം കഴിയാതെ വെള്ളം കുടിക്കത്തില്ല. ഉപവസിക്കുന്ന ദിവസങ്ങൾ വെള്ളം പോലും കുടിക്കുകയില്ല. ദൈവസ്ഥൽ പ്രാർത്ഥനയിൽ ചിലവഴിക്കും. ഇന്ന് ചിലർ വേറെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം, ഒന്നും കഴിക്കുകയില്ല. പക്ഷേ ഒരു 10 മിനിറ്റ് കർത്തൃസനിൽ ഇരിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, തെക്കോടൊക്കെ നടക്കും. അത് ഉപവാസക്കാരാണ്. എന്തിനിങ്ങളെ ഇത് കാണിക്കുന്നു? ഉപവാസം ആത്മതപനം ചെയ്യാൻ, തൻ്റെ ജീവിതത്തെ താഴ്ത്താൻ, ദൈവഹിതം ആരായാൻ, ദൈവഇഷ്ടത്തിന് തന്നെ സമർപ്പിക്കാൻ. എനിക്ക് ദൈവത്തെക്കുറിച്ച് ഉദ്ദേശം നടക്കാനില്ല, എൻ്റെ ആഗ്രഹം നിറവേറാനില്ല. പിന്നെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം നിറവേറാൻ എൻ്റെ ജീവിതത്തെ താഴ്ത്തി ഒരുക്കി ഏൽപ്പിക്കുന്നതാണ്. ഇത് നടക്കുന്നുണ്ടോ നമ്മുടെ മധ്യേ? ഇല്ല എങ്കിൽ എന്തോ കാര്യമായ തകരാറുണ്ട്. ഇതൊന്നും ഉയർത്തി കേൾക്കുകയില്ല. ഇവിടെ പേരെടുത്തേക്കാം, ഇവിടെ പ്രശംസയുണ്ടായേക്കാം, പക്ഷേ ഇതൊന്നും ഉയരത്തിൽ എത്തുകയില്ല. യെശയ്യാപ്രവചനത്തിലെ 58-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിക്കുന്നവർക്കറിയാം. പുറമേക്ക് തുണി വലിച്ചു കീറുന്നതല്ല. യഹൂദന് ഇസ്രായേൽ മക്കൾക്കുള്ള ഒരു ആചാരം വരുന്നല്ലോ, വലിയ ദുഃഖം വരുമ്പോൾ തുണി വലിച്ചും കീറും. ആ തുണി കീറിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഹൃദയത്തെ കീറ്. യാക്കോബ് പറഞ്ഞായിരുന്നു, ഉപവസിക്കുമ്പോഴെന്നല്ല. യാക്കോബ് 4-ാം അധ്യായത്തിലുണ്ടല്ലോ, വസ്ത്രങ്ങളെയല്ല. ഞാൻ ആ വാക്യം തന്നെ വായിക്കാം. യാക്കോബ് 4-ാം അധ്യായം 6-ാം വാക്യം മുതൽ ഞാനങ്ങ് വായിക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ,
എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇതില്ലാതെ കുറേ ഒച്ച വച്ചിട്ട് എന്ത് കാര്യം? കുറേ ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? കുറേ മറുഭാഷ പറഞ്ഞിട്ട് എന്ത് കാര്യം? 8-ാം വാക്യത്തിൽ പാപികളെ, കൈകളെ വെടിപ്പാക്കുകയെന്ന് പറഞ്ഞ് അവിശ്വാസികളെ ഉദ്ദേശിച്ചല്ലോ. നമ്മുടെ കൈ ശുദ്ധമാണോ? നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദമുള്ളതോ? അപ്പോൾ മാത്രമല്ല, ഇരുമനസ്സോടെ ഇരിക്കുന്നെങ്കിൽ ഹൃദയത്തെ അതിനെ ക്രമപ്പെടുത്ത്, നേരെയാക്ക്. സങ്കടപ്പെട്, ദുഃഖിച്ച് കരവീൻ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ. നല്ല കാര്യമാണ്. താഴ്മയെന്ന് പറയുന്നത് തൊട്ടു വച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും, ഉപവാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഉപവാസന അത് കൂടെ വസിക്കുക, ദൈവത്തോടു കൂടെ വേറിട്ടിരിക്കുക. സമയം കണ്ടുപിടിച്ച് ദൈവത്തോടുകൂടെ വേറിട്ടിരുന്ന ഞാനും ദൈവവുമായി. എൻ്റെ കാര്യം പറയും. കർത്താവും അതാണ് പറഞ്ഞത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് അത് തന്നെയാണല്ലോ. ഒന്നുകൂടെ ഞാൻ ആ ഭാഗം വായിക്കാം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുമ്പോൾ മനുഷ്യരെ കാണിക്കരുത്, മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ചത്ത മീൻ്റെ കണ്ണും പോലെ ആകപ്പാടെ വാടിക്കൊഴിഞ്ഞ് ഇങ്ങനെ മനുഷ്യരെ കാണിച്ചിട്ട് എന്ത് കാര്യം? അഭിനയിക്കാനോ? നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യരല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവ് കാണേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുങ്ങ. ചുരുക്കി പറഞ്ഞാൽ അത് മാത്രം ചെയ്യണമെന്നാണോ? നമ്മൾ കേട്ട വാക്യങ്ങളിൽ നിന്നും വായിച്ച വേദവാക്യങ്ങളിൽ നിന്നും താൻ താഴ്ത്തുക. ദൈവസ്ഥ രഹസ്യത്തിലുള്ള പിതാവിന്, അല്ലെങ്കിൽ മറ്റെല്ലാത്തിലും വേർപെട്ട് കർത്താവിൻ്റെ സ്ഥലത്തിരിക്കുക, അവനുമായി സംവദിക്കുക, അവനുമായി സമയം ചെലവഴിക്കുക. നമുക്കതിന് നേരമില്ലല്ലോ. നാം എന്തിനു വേണ്ടി ഓടുന്നു? കർത്താവിൻ്റെ സ്ഥലത്ത് താഴുക. യാക്കോബ് പറഞ്ഞ കർത്താവിൻ്റെ സ്ഥലത്ത് താഴുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. അപ്പോൾ ദൈവത്തോട് അടുത്ത് ചെന്ന ദൈവത്തിന് കീഴടങ്ങി താഴ്മയുള്ളവരായി സ്വന്തം പാപങ്ങളെ ഓർത്ത് ദൈവസ്ഥൽ കരഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ആത്മീയമായി ബലമുള്ളവരായി പുഷ്ടിയുള്ളവരായി ദൈവത്തിന് വേണ്ടി ജീവിപ്പേൻ. ഇതാണ് കർത്താവായി. അങ്ങനെ ഉപവസിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും. യശാപ്രവചനത്തിൽ തന്നെ അതിൻ്റെ 6-ാം വാക്യത്തിൽ ന്യായബന്ധങ്ങളായിരിക്കണം, നൂത്തിന് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞു. 7-ാം വാക്യത്തിൽ യശാപ്രവചനം 52 7-ാം വാക്യത്തിൽ വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നോക്കിക്കൊടുക്കുന്നതും അലിഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ സ്വീകരിക്കുന്നതും നഗ്നെ കണ്ടാലിന് ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടി. 9-ാം വാക്യം പിൻപടി. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമല്ലും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. എന്നിട്ട് അടുത്ത് നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിൻ്റെ നാവിൽ നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിൻ്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. ഇതാണ് യഥാർത്ഥമായി ഉപവാസം നടക്കണം. അതല്ല ഞാൻ പഴയ ദൈവവാസന്മാർ ഉപവസിക്കുന്ന ദിവസം അന്നത്തെ ചിലവ് കണക്കാക്കി ആ പൈസ ഏതെങ്കിലും കാര്യങ്ങൾക്കും. തൃശ്ശൂർ ഒരു ബിഷപ്പുണ്ട്, അദ്ദേഹം പൂർണ്ണമായ വിശ്വാസിയൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം ഞാൻ പറയും. അദ്ദേഹം അതാരും മരണത്തിന് ശേഷമാണ് ആ കാര്യം പുറത്തറിയുന്നത്. അദ്ദേഹം ചില ദിവസങ്ങൾ ഇതുപോലെ തന്നെ ഉപവസിക്കും, അവരുടെ ആചാരമനുസരിച്ച് ഉപവസിച്ചിട്ട് അന്നത്തെ ചിലവ് മാറ്റിവെക്കും. അങ്ങനെ ശേഖരിച്ച്
അതുകൊണ്ട് 5 സാധുക്കൾക്ക് വീട് വെച്ച് കൊടുത്തു. ഒരു നല്ല കാര്യമല്ലേ? നമ്മളത് ചെയ്യുമോ? 5 സാധുക്കൾ. ഞാൻ കേട്ടപ്പം എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ലജ്ജ തോന്നി. കുറേ മുൻപാണ് കേട്ടത് അദ്ദേഹത്തിന് മരണസമയത്ത്. അപ്പോൾ ഇവിടെ യേശാപ്രവചനത്തിൽ പറയുന്നത് തന്നെയാണ്. നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ, എന്താ, ഗൾഫിലേക്ക് വഴി തുറക്കാൻ, അമേരിക്കയിലേക്ക് വഴി തുറക്കാൻ, വിസ കിട്ടാൻ, കിട്ടിയത് പോരാ, വലിയ ജോലി കിട്ടാൻ, ഓസ്ട്രേലിയയ്ക്കോ അവിടെ ചുരുക്കി പറഞ്ഞ ഭൗതികമായ കാര്യങ്ങൾക്ക് ഇതിനുവേണ്ടി മാത്രം ഉപസിക്കുക, പട്ടിണി കിടക്കുക, നേട്ടം ഉണ്ടാക്കുക. ഇതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. നിന്നെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം ആരായുക നാം ഉപസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ജീവിതത്തിലേക്കും ധന്യമായിരിക്കുമെന്ന്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. തനിച്ച് എനിക്ക് ആത്മീയമായി അല്പക്ഷീണം ഉണ്ടാകാൻ തോന്നുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന ശരി കിട്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ മറ്റ് ബന്ധപ്പാടുകൾ കൊണ്ട് അത് കുറഞ്ഞെന്നറിയുമ്പോൾ ചില ദിവസങ്ങൾ ദൈവസ്ഥൽ മാറിയിരിക്കും. ദൈവസ്ഥൽ എൻ്റെ പോരായ്മകൾ കണ്ടുപിടിക്കും, കർത്താവിനോട് ഏറ്റുപറയും, ശുദ്ധീകരണം പ്രാപിക്കും, വീണ്ടും ആത്മബലം പ്രാപിക്കും, മുന്നോട്ട് നീങ്ങും. ഈ നാളുകൾ പ്രിയമുള്ളവരെ, നമുക്കും ഇതാണ് വേണ്ടത്. വെറുതെ ഇന്നത്തെ ജാട കാണിക്കൽ, ഇന്നത്തെ ഉപവാസം എന്നും പറഞ്ഞുള്ള അഭിനയവും പ്രകടനവും എല്ലാം ദൈവം വെറുക്കുന്നു. ദൈവത്തിന് പ്രസാദവും ന്യായബന്ധങ്ങൾ അയക്കാതെ ആകാത്ത ജീവിത രീതി വെച്ച് പുലർത്തി കുറേ പട്ടിണി നടന്നാൽ ദൈവത്തിന് പ്രസാദമല്ല. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ, യഥാസ്ഥാനം ഉണ്ടാകട്ടെ, ദൈവത്തിലേക്ക് തിരിഞ്ഞു വരട്ടെ, ദൈവക്ഷത്തിനായി സമർപ്പിക്കട്ടെ. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ദൈവത്തോട് ചോദിച്ച് ആലോചന പ്രാപിച്ച് ദൈവത്തെ പറഞ്ഞ് സമൂഹത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി പകരും, ദൈവതേജസ് വ്യാപരിക്കും, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കും. അനേകരുടെ ജീവിതത്തിന് മനസ്സന്തരം കാരണമാകും. ഇതാണ് ശരിക്കുള്ള ഉപവാസം. അല്ലാതെ കാണിക്കുന്നതെല്ലാം പിശാച് പ്രവർത്തിക്കാനുള്ള മുഖാന്തരങ്ങളായി മാറുന്നു. ജീവിതത്തിന് മാറ്റമില്ലാതെ, സ്വഭാവത്തിന് മാറ്റമില്ലാതെ, ആളത്വത്തിന് രൂപാന്തരം വരാതെ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ പിന്നെയും പുഷ്ടിപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഭിന്നതയും കലക്കവും അസൂയയും എന്തിനു പറയുന്നു ആ നിലയിൽ ജനിക സ്വഭാവങ്ങൾ വ്യാപരിക്കുന്നെങ്കിൽ നമ്മുടെ ഉപവാസം ദൈവത്തിന് പ്രസാദമോ നാം പാഴ്വിലയിലേ ചെയ്യുന്ന ആകയാൽ ദൈവത്തിന് പ്രസാദമായ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കണം. നാം പറയുന്ന കർത്താവ് കേൾക്കണം. ദൈവം ആമേൻ പറയണം. അത് സാധിക്കണമെങ്കിൽ നമ്മെ തന്നെ താഴ്ത്തുക, പാപമേറ്റു പറയുക, യഥാർത്ഥമായ വിലാപവും ആ യഥാസ്ഥാനവും ആത്മാർത്ഥമായ സ്വയശോധനയും നമ്മളുണ്ടായി യഥാർത്ഥമായി ദുരഭിമാനം നോക്കാതെ മറ്റൊന്നും നോക്കാതെ കർത്താവിൻ്റെ പാദത്തിൽ എന്തായാലും താഴ്ചയായാലും കൂടുതലിന് താഴ്വൽക്കൂടാണ് നീ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഞാൻ അതിലെ പൊക്കോളാം, എനിക്ക് കുഴപ്പമില്ല കർത്താവേ, അതിനുള്ള കൃപ തന്നെ എന്ന് പ്രാർത്ഥിക്കുമോ? അല്ലാതെ സ്വന്തം ഹൃദയത്തിലെ ദുരാഗ്രഹങ്ങൾ നിവർത്തിക്കാൻ നാം പട്ടിണി കിടന്നാൽ അത് ദൈവഹിത പ്രകാരമുള്ള ഉപവാസമല്ല. ആകയാൽ ദൈവത്തെ ഏൽപ്പിച്ച് ദൈവവചനപ്രകാരം തങ്ങളെ തന്നെ കണ്ടുപിടിച്ച് നാം ഉപവാസവും പ്രാർത്ഥനയും ഉള്ളവർ ശരിയായ രീതിയിൽ കർത്താവ് പറഞ്ഞ പോലെ ഉപവാസവും പ്രാർത്ഥനയും ഉള്ളവരായെങ്കിൽ നിശ്ചയമായും ഭൂതങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടും. ഇന്നത്തെ കാലത്ത് ഭൂതങ്ങളെ നേടാൻ പലർക്കും പേടിയാണല്ലോ. എന്താ കാരണം? മാരകരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നു. ഇന്നെന്താ നടക്കാത്തത്? ഇന്നൊന്നു പറഞ്ഞ് രണ്ടാമത്തിന് ജലദോഷത്തിന് പോലും ആശുപത്രി ശരണം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? വിശ്വാസിക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ അങ്കലാപ്പിൽ, വിശ്വാസി അങ്കലാപ്പിൽ, അവൻ നിലനിൽപ്പിൽ, വിശ്വാസി നിലനിൽപ്പിൽ, അവന് നിരാശ, വിശ്വാസിക്ക് നിരാശ, അവനൊരു പ്രത്യാശയുമില്ല, വിശ്വാസിക്കുമില്ല. എന്തുകൊണ്ട്? വ്യക്തമായ കാരണം ഇതാണ്, ദൈവത്തിൽ നകന്നുപോയി. ആകയാൽ ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന്, ദൈവവചനം നമ്മൾ പോകുന്ന വഴിയെ നമ്മുടെ പുറകെ വരികയില്ല, ദൈവം നമ്മുടെ വഴിക്ക് വന്ന് പ്രവർത്തിക്കുകയില്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്ന്, ഇങ്ങനെ പുസ്തകം പറയുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ സന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. മടങ്ങി വന്ന് വചനപ്രകാരം വ്യവസ്ഥപ്രകാരം ദൈവത്തെ അന്വേഷിക്കാം എങ്കിൽ നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഫലപ്രദമാകും.
അനേകർ കർത്താവിലേക്ക് വരുവാൻ കാരണമാകും. ദൈവം നാം ഒത്തുപെടും. ദൈവമായ കർത്താവ് നമ്മെ എന്നെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. കർത്താവെ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതാ യഥാർത്ഥ ഉപവാസം എന്തെന്ന്, ഉപവാസത്തിൽ എന്ത് സംഭവിക്കണമെന്ന് അവിടുത്തെ വാദത്തിൽ എഴുതിയിരിക്കുന്നതോ ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. പലപ്പോഴും കർത്താവെ, ഞങ്ങളത് ചിന്തിക്കാറില്ല. പട്ടിണി ഇരുന്ന് കുറേ നാൾ അങ്ങനെ ആ നിലയിൽ എന്തൊക്കെ ചെയ്താൽ അത് ദൈവം പ്രസാദിക്കുമെന്ന് ഞങ്ങൾ ധരിച്ച് ഞങ്ങൾ അബദ്ധം കാണിക്കുന്ന കർത്താവെ, അത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങളെ തന്നെ കാണുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.